റഷ്യ ഉക്രൈൻ യുദ്ധഭൂമിയിൽ നിന്ന് ലോകത്തെ ആകെ അമ്പരപ്പിക്കുന്ന ഒരു വമ്പൻ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലോകം മുഴുവൻ ഭയന്ന ഒരു വലിയ ആണവ ദുരന്തത്തിൽ നിന്ന് റഷ്യയെ പിന്തിരിപ്പിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർണായകമായിട്ടുള്ള ഇടപെടലുകളാണെന്ന് യൂറോപ്യൻ രാജ്യമായ പോളണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനിൽ സ്വാധീനം ചെലുത്താനും അദ്ദേഹത്തെ കൊണ്ട് കാര്യങ്ങൾ അനുസരിപ്പിക്കാനും കഴിവുള്ള ലോകത്തിലെ ചുരുക്കം ചില നേതാക്കളിൽ ഒരാളാണ് പ്രധാനമന്ത്രി മോദി എന്ന് പോളണ്ട് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി വ്ളാഡിസ്ലാവ് തെയോഫിൽ ബാർട്ടോസെവ്സ്കി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയുടെ നയതന്ത്ര നിലപാടുകളെ പലപ്പോഴും വിമർശിക്കാറുണ്ടെങ്കിലും നിർണായക ഘട്ടത്തിൽ ഇന്ത്യയുടെ സ്വാധീനം എത്രത്തോളം വലുതാണെന്നതിന്റെ ആഗോള സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ് പോളണ്ടിന്റെ ഈ വാക്കുകൾ. 2022 അവസാനത്തിൽ ഉക്രൈൻ യുദ്ധം അതിന്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴായിരുന്നു റഷ്യ ആണവായുധം പ്രയോഗിച്ചേക്കുമെന്ന വലിയ ഭീതി ലോകത്തിൽ പടർന്നത്. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി മോദി നേരിട്ടിടപെട്ട് വ്ളാഡിമിർ പുടിനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചതെന്ന് പോളണ്ട് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി വാർത്താ ഏജൻസിയായിട്ടുള്ള ANI-ക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു. പ്രധാനമന്ത്രി മോദി ലോകം ഉറ്റുനോക്കുന്ന ഒരു അസാധാരണമായിട്ടുള്ള രാഷ്ട്രതന്ത്രജ്ഞനാണെന്നും അദ്ദേഹം പറയുന്ന വാക്കുകൾ പ്രസിഡന്റ് പുടിൻ അതീവ ശ്രദ്ധയോടെ കേൾക്കാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സോവിയറ്റ് കാലഘട്ടം മുതൽക്കേ റഷ്യയുമായി ഇന്ത്യ കാത്തുസൂക്ഷിക്കുന്ന ചേരിചേരാ നയത്തിൽ ഊന്നിയുള്ള സുദൃഢമായിട്ടുള്ള ഒരു ബന്ധമാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ നിലവിൽ ഇന്ത്യക്ക് മാത്രമേ സാധിക്കൂ എന്ന വലിയ യാഥാർത്ഥ്യവും പോളണ്ട് അംഗീകരിക്കുന്നു. റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ എണ്ണ വ്യാപാരത്തിൽ പോളണ്ടിനുണ്ടായിരുന്ന എല്ലാ എതിർപ്പുകളും ഇതിനോടകം പരിഹരിക്കപ്പെട്ടതായും ബാർട്ടോസെവ്സ്കി വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധസമയത്ത് ഇന്ത്യ കുറഞ്ഞ വിലയിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് റഷ്യയുടെ യുദ്ധ സമ്പദ് വ്യവസ്ഥയെ സഹായിക്കുന്നു എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന യൂറോപ്യൻ ആരോപണം. എന്നാൽ ഇന്ന് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷാ ആവശ്യങ്ങളെയും നിലപാടുകളെയും പൂർണ്ണമായും മനസ്സിലാക്കിയെന്നും അതൊരു ചർച്ചാ വിഷയമേ അല്ലെന്നും പോളണ്ട് വ്യക്തമാക്കുമ്പോൾ അത് ഭാരതത്തിന്റെ നയതന്ത്ര വിജയമായി മാറുകയാണ്. ചുരുക്കത്തിൽ ഇന്ത്യയുടെ വിദേശ നയങ്ങളെയും റഷ്യൻ സൗഹൃദത്തെയും സംശയദൃഷ്ടിയോടെ കണ്ടിരുന്ന പാശ്ചാത്യ ശക്തികൾ പോലും ഇന്ന് ഇന്ത്യയുടെ ആഗോള സ്വാധീനത്തിന് മുന്നിൽ കൈയടിക്കുകയാണ്. ലോകം ഒരു വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ മഹാശക്തിയായ റഷ്യയെ പോലും ശാന്തമാക്കാൻ കെൽപ്പുള്ള ഏറ്റവും ശക്തനായിട്ടുള്ള ലോക നേതാവായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇതിലൂടെ അടിവരയിടുന്നത്. പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിലും റഷ്യയുമായിട്ടുള്ള സൗഹൃദം നിലനിർത്തുകയും അതേസമയം തന്നെ ആഗോള സമാധാനത്തിന് നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യുന്ന ഇന്ത്യയുടെ തന്ത്രപരമായിട്ടുള്ള മികവ് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മലയാളം.